ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈപ്പർ ലിങ്ക്സിനെ കുറിച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു വെബ് പേജിലോട്ട് ഹൈപ്പർ ലിങ്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്ക് അല്ലെങ്കിൽ ലിങ്ക് കൊണ്ടുവരിക എന്നതാണ് നോക്കുന്നത്. നമുക്കറിയാം എന്താണ് ലിങ്ക് എന്ന് പറഞ്ഞാല്. ലിങ്ക് ലിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു പേജിലോട്ട് റെഫറൻസ് കൊടുക്കുകയാണ് അല്ലെ. ഹൈപ്പർ ലിങ്ക്, അതായത് ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു പേജിലോട്ട് പോവുക അല്ലെങ്കിൽ മറ്റൊരു ഡോക്യുമെന്റിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക്സ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ HTML links are hyperlinks. You can click on a link and jump to another document. അതായത് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു ലിങ്ക്, സപ്പോസ് ഇത് ലിങ്ക് ആണ്, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പേജിലോട്ട് അല്ലെങ്കിൽ മറ്റൊരു ഡോക്യുമെന്റിലോട്ട് ജമ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു ഹൈപ്പർ ലിങ്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. അപ്പോൾ ഒരു ഹൈപ്പർ ലിങ്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ആങ്കർ ടാഗ്. ആങ്കർ ടാഗ് നമ്മൾ അതിന് എ ടാഗ്, ഇതാണ് നമ്മൾ HTML കോഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് ആങ്കർ ടാഗ്. അപ്പോൾ ഈ ഒരു ആങ്കർ ടാഗ് ആണ് എന്തിന് യൂസ് ചെയ്യുന്നത്? ഹൈപ്പർ ലിങ്ക്സ് കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിന്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് href എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ ലിങ്ക് റെഫറൻസ്. നമ്മൾക്ക് ഏത് പേജിലോട്ടാണ് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ പോവേണ്ടത്, അതാണ് ഈ ഒരു hrefന്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ കോഡിങ് വരുന്നത് നോക്കാം. ഇവിടെ കണ്ടോ, ഇത് കണ്ടില്ലേ, ഇവിടെ എ ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതുപോലെ എ ടാഗ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ ഈ എ ടാഗ് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ href എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. href ഈക്വൽ ടു നമുക്ക് ഏത് പേജിലോട്ടാണ് പോകേണ്ടത്, ഏത് പേജിന്റെ റെഫറൻസ് ആണ് കൊടുക്കേണ്ടത്, ഏത് പേജിലോട്ടാണ് റെഫറൻസ് ചെയ്യേണ്ടത്, ആ ഒരു പേജിന്റെ നെയിം അല്ലെങ്കിൽ ആ ഒരു പേജിന്റെ പാത്ത്, അതൊക്കെയാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പൊ ഇതില് www.abc.com ഈ ഒരു സൈറ്റിലേക്കാണ് നമുക്ക് പോവേണ്ടത്. അതായത് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൈറ്റിലേക്കാണ് പോവേണ്ടത്. അപ്പൊ നമ്മൾ ഈ ഒരു hrefന്റെ ഉള്ളിൽ ഒന്നുകിൽ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിലുള്ള ഒരു ഡോക്യുമെന്റിന്റെ പേര്, നമ്മൾ ഓൾറെഡി ഒരു HTML പേജ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു HTMLന്റെ പേര് a.html എന്ന് കൊടുത്താൽ, ഡബിൾ കോട്ടിനുള്ളിൽ കൊടുത്താൽ നമ്മൾ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലോട്ടായിരിക്കും ജമ്പ് ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാണ്, ഇപ്പൊ പഠിക്കുന്നത് ഹൈപ്പർ ലിങ്ക്സിനെ കുറിച്ചാണ്. ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ലിങ്ക് ആഡ് ചെയ്യാം നമ്മുടെ ഡോക്യുമെന്റിലോട്ട്. ലിങ്ക് ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ഡോക്യുമെന്റിലോട്ടോ അല്ലെങ്കിൽ മറ്റൊരു പേജിലോട്ടോ അത് ജമ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ലിങ്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് ആങ്കർ ടാഗ് എ എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് href, ഹൈപ്പർ ലിങ്ക് റെഫറൻസ്. നമുക്ക് ഏതിലോട്ടാണ് റെഫറൻസ് കൊടുക്കേണ്ടത്, അതിന്റെ പേജ്, ആ ഒരു പേജിന്റെ പേര് അല്ലെങ്കിൽ ഡോക്യുമെന്റിന്റെ പേര് അല്ലെങ്കിൽ സൈറ്റിന്റെ ലിങ്ക് URL, അതൊക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇത് കൊടുത്ത ശേഷം ആങ്കർ ടാഗിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു ആട്രിബ്യൂട്ടും അതിന്റെ വാല്യൂ കൊടുക്കുന്നത്. എന്നിട്ട് ഡബിൾ കോട്ട് ക്ലോസ് ചെയ്ത ശേഷം ഇവിടെ കണ്ടോ visit.abc.com, ഇവിടെ എന്തും കൊടുക്കാം. നമുക്കിപ്പോൾ ക്ലിക്ക് എന്തെങ്കിലും കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഇത് കൊടുക്കണം എന്തിനാന്ന് വെച്ചാൽ, ഇത് കൊടുത്താൽ മാത്രമാണ്. ഇപ്പം ഇവിടെ കണ്ടോ, ഈ ഒരു ഇതിന്റെ ഔട്ട്പുട്ടാണിത്. നമ്മൾ ഹെഡിങ് ആയിട്ട് HTML ലിങ്ക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അടുത്തത് ലിങ്ക് ഇവിടെ കണ്ടോ visit.abc.com, അത് ഇവിടെ ഒരു ടെക്സ്റ്റ് ആയിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അതിന്റെ താഴെ ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു ടെക്സ്റ്റ് കൊടുത്താലേ ഈ ഒരു ലിങ്ക് ഇവിടെ വിസിബിൾ ആവുള്ളൂ. ഇവിടെ നമുക്ക് എന്തും കൊടുക്കാം. അപ്പൊ ക്ലിക്ക് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ക്ലിക്ക് എന്ന് ഒരു ബ്ലൂ കളറിൽ വരും, അതിന്റെ താഴെ ഒരു ലൈൻ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഇതൊരു ഹൈപ്പർ ലിങ്ക് ആണ്, ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു പേജിലോട്ട് പോകും. ഓക്കെ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ visit.abc.com എന്ന് പറയുന്ന ടെക്സ്റ്റ് അത് ഡിസ്പ്ലേ ചെയ്ത് വരും നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടാണ് പോകുക? ഈ ഒരു പേജിലോട്ടാണ് പോവുക, ഈ ഒരു പേജിലോട്ട് പോകും. അപ്പോൾ ഇതാണ് ഹൈപ്പർ ലിങ്കിന്റെ യൂസ് എന്ന് പറയുന്നത്, മറ്റൊരു പേജിലോട്ട് മറ്റൊരു ഡോക്യുമെന്റിലോട്ട് ജമ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമുക്കറിയാം, ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്രോമിലൊക്കെ ക്രോമിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓരോ സൈറ്റുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്കൊന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ലിങ്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലൊക്കെ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ലിങ്ക് എന്ത് കളറായിരിക്കും? ബ്ലൂ കളറായിരിക്കും ഉണ്ടായിരിക്കാം. ഇനി നമ്മൾ ഒരു വട്ടം അതിനെ എന്താക്കിയിട്ടുണ്ട്, ഒരു വട്ടം അത് ഓപ്പൺ ചെയ്തു, വീണ്ടും വരുന്ന സമയത്ത് ഓപ്പൺ ചെയ്ത ശേഷം അതിന്റെ കളർ എന്തായിരിക്കും? പർപ്പിൾ കളറായിരിക്കും ഉണ്ടായിരിക്കാം. നമ്മുടെ ഈ ഒരു മൗസ് പോയിന്റർ അതിന്മേ വെക്കുന്ന സമയത്ത്, ആ ലിങ്കിൽ വെക്കുന്ന സമയത്ത് അതിന്റെ അർത്ഥം അതൊരു ആക്റ്റീവ് ലിങ്ക് ആണെന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ കളർ എന്തായിരിക്കും? റെഡ് ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ബൈ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യാത്ത ലിങ്കിന്റെ കളർ എന്തായിരിക്കും? ബ്ലൂ ആയിരിക്കും. അതുപോലെ വിസിറ്റ് ചെയ്തിട്ടുള്ള ലിങ്കിന്റെ കളർ പർപ്പിൾ ആയിരിക്കും. അതുപോലെ ആക്റ്റീവ് ലിങ്കിന്റെ കളർ റെഡ് ആയിരിക്കും. ഓക്കെ, ഇത് ജസ്റ്റ് ഓർത്ത് വെക്കുക. അടുത്തത് ടാർഗറ്റ് ആട്രിബ്യൂട്ട് ആണ്.
നമ്മൾ ഈ ഒരു ആങ്കർ ടാഗിന്റെ ഉള്ളിൽ നമ്മൾ ഒരു ടാർജറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടാർജറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്, ഇതാണ് ടാർജറ്റ്. ഈ ഒരു ആട്രിബ്യൂട്ട് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ലിങ്ക് ചെയ്യുന്ന ഒരു പേര് കൊടുക്കുമല്ലോ, നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ഒരു ഡോക്യുമെന്റ് നെയിം കൊടുക്കും. ആ ലിങ്ക് ഡോക്യുമെന്റ് എവിടെയാണ് ഓപ്പൺ ചെയ്ത് വരേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ടാർജറ്റ് എന്ന് പറയുന്ന ഈ ഒരു ആട്രിബ്യൂട്ട് കൊടുക്കുന്നത്. അതായത് നമ്മളൊരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേജ് ഓപ്പൺ ചെയ്ത് വരും. ആ പേജ് എവിടെയാണ് ഓപ്പൺ ചെയ്ത് വരേണ്ടത് എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതിനാണ് ടാർജറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഇത്രയും വാല്യൂസ് നമുക്ക് കൊടുക്കുക. അണ്ടർസ്കോർ സെൽഫ്, ഇത് ഓർത്ത് വെക്കണം, ഇങ്ങനെ തന്നെയാണ്. അണ്ടർസ്കോർ സെൽഫ്, അതുപോലെ അണ്ടർസ്കോർ ബ്ലാങ്ക്, അണ്ടർസ്കോർ പാരന്റ്, അണ്ടർസ്കോർ ടോപ്പ്. ഓക്കെ, അപ്പൊ ഈ സെൽഫ് എന്തിനാ, നമ്മളിപ്പോ ഒരു ഡോക്യുമെന്റിൽ നിൽക്കുകയാണെങ്കിൽ ആ ഡോക്യുമെന്റിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ക്ലിക്ക് ചെയ്യുന്ന ഈ ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഈ ഒരു വിൻഡോ, ഈ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്ത് വരേണ്ടതെന്നുണ്ടെങ്കിൽ സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് കൊടുക്കേണ്ടത്. അതായത് സെയിം വിൻഡോ ടാബിലാണ് ആ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്ത് വരേണ്ടതെന്നുണ്ടെങ്കിൽ സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആട്രിബ്യൂട്ട് ആണ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ അടുത്തതാണ് ബ്ലാങ്ക്. ബ്ലാങ്ക് അതിനാണ് നമുക്ക് ഇപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഡോക്യുമെന്റിലല്ല, ആ ഒരു വിൻഡോയിലല്ല, പകരം പുതിയൊരു വിൻഡോയിലാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് വരേണ്ടതെന്നുണ്ടെങ്കിലാണ് നമ്മൾ ബ്ലാങ്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സെൽഫ് എന്തിനായിരുന്നു, ആ ഒരു ഡോക്യുമെന്റ് ആ ഒരു സെയിം വിൻഡോയിൽ ഓപ്പൺ ചെയ്ത് വരാൻ, ബ്ലാങ്ക് പുതിയൊരു വിൻഡോ അല്ലെങ്കിൽ പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ബ്ലാങ്ക് യൂസ് ചെയ്യുന്നത്. പാരന്റ് ആണെങ്കിൽ അതിന്റെ പാരന്റ് ഫ്രെയിമിലാണ് ഓപ്പൺ ചെയ്ത് വരാം. അഥവാ ഇനി ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ, അടുത്ത ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സ്ക്രീന് മൊത്തത്തില് ഫുൾ ബോഡി ഓഫ് വിൻഡോ മൊത്തത്തിലായിട്ടാണ് ഇത് ഓപ്പൺ ചെയ്ത് വരാം. അപ്പം ടാർജറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ടിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ സെൽഫ് ഉണ്ട്, ബ്ലാങ്ക് ഉണ്ട്, പാരന്റ് ഉണ്ട്, ടോപ്പ്. ടാർജറ്റ് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഈ ഒരു ക്ലിക്ക് ചെയ്യുന്ന ഈ ഒരു ഡോക്യുമെന്റ് എവിടെയാണ് ഓപ്പൺ ചെയ്ത് വരേണ്ടത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാർജറ്റ് യൂസ് ചെയ്യുന്നത്. അത് കണ്ടില്ലേ, HRF നമുക്ക് ഈ ഒരു first.com എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഉണ്ട്. അത് എവിടെയാണ്, അതിന്റെ ടാർജറ്റ് ഈക്വൽ എന്ത് കൊടുത്തിട്ടുണ്ട്, ബ്ലാങ്ക്. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്, ഈ വിസിറ്റ് ഫസ്റ്റ് പേജ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് വരും. അത് എവിടെയാണ് ഓപ്പൺ ചെയ്ത് വരിക, പുതിയൊരു വിൻഡോയിലാണ് ഓപ്പൺ ചെയ്ത് വരിക. അതുപോലെ സെൽഫ് പാരന്റ് ടോപ്പ്. ഓക്കെ, ഇത്രയാണ് ടാർജറ്റിൽ നമുക്ക് പറയാനുള്ളത്. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് ഇപ്പൊ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞത് ഒരു ടെക്സ്റ്റ് നമുക്ക് ലിങ്ക് ആക്കി കൊടുത്തതാണ്. അതായത് ഒരു ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു വേറൊരു പേജിലോട്ട് ജമ്പ് ചെയ്യാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാൻ ചെയ്യുന്നത്. അതുപോലെ നമുക്കൊരു ഇമേജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ പേജിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് നോക്കുന്നത്. അതായത് ഇമേജിനെ നമുക്ക് എന്താക്കി കൊടുക്കാൻ പറ്റും, ലിങ്ക് ആക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ടാഗ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ നമുക്ക് ഏത് പേജിലോട്ടാണോ പോകേണ്ടത് ആ ഒരു പേജിന്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഉള്ളിൽ ആ ഒരു ടാഗ് ഈ ഒരു ഗ്രേറ്റർ ദാൻ സൈൻ ഇട്ട ശേഷം നമ്മൾ എന്ത് ഓപ്പൺ ചെയ്യണം, ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള, നമ്മൾ ഇമേജ് എങ്ങനെ കൊണ്ടുവരില്ലെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇമേജ് എന്ന് പറഞ്ഞ ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ഇമേജ് കൊണ്ടുവരിക. അതിനുശേഷം ഈ ഇമേജ് കൊണ്ടുവന്നതിന് ശേഷം അതിന്റെ കോഡ് ചെയ്ത ശേഷം മാത്രമാണ് എന്ത് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ള ആങ്കർ ടാഗ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ആദ്യം നമ്മൾ എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യണം, അതിന്റെ ഉള്ളിൽ ഇമേജ് ടാഗ് ഓപ്പൺ ചെയ്യണം, അതിനുശേഷമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടാഗ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മാത്രമാണ് ഈ ഒരു ഇമേജിന് എന്ത് വരുള്ളൂ, ലിങ്ക് വരുള്ളൂ. അപ്പൊ ഈ ഇമേജ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത്, ഇവിടെ നമ്മൾ HRFിനുള്ളിൽ നമ്മൾ എന്താണോ കൊടുത്തിട്ടുള്ളത് അങ്ങോട്ടേക്ക് പോകുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഇമേജിനെ ലിങ്ക് ആക്കി സെറ്റ് ചെയ്യുക. കണ്ടില്ലേ, ഈ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പൊ ഇതിന്റെ മേലത്തെ കോഡിൽ നമ്മൾ smiley.gif എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്തും കൊടുക്കാം, നമ്മുടെ സിസ്റ്റത്തിലുള്ള എന്തെങ്കിലും ഇമേജ്, ഇപ്പോൾ എന്ന് പറയുന്ന ഇമേജ് ഉണ്ടെങ്കിൽ ഡോട്ട്, അത് JPG ആണെങ്കിൽ JPG ആണെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ PNG, അത് ആ ഫോർമാറ്റ് കൊടുത്തിട്ട് ഡബിൾ കോട്ടിനുള്ളിൽ കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഇമേജ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ HRFിനുള്ളിൽ ഏത് പേരാണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു ലിങ്കിലോട്ട് അല്ലെങ്കിൽ ആ ഒരു പേജിലോട്ടാണ് നമ്മളെ ഇത് ലിങ്ക് ചെയ്യാം പോവുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇമേജിനെ നമ്മൾ ലിങ്ക് ആക്കി സെറ്റ് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഒരു ഇമെയിൽ അഡ്രസ്സിനെ നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാം. അതായത് ഇവിടെ ഒരു ഇമെയിൽ ഉണ്ടായിരിക്കും, ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു ഇമെയിൽ അഡ്രസ് നമ്മൾ കൊടുക്കും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ്ലി അങ്ങോട്ടേക്കാണ്, ആ ഒരു മെയിൽ ID-യിലോട്ടാണ് പോവുക. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്കിപ്പോ ഇമേജിനെയാണ് ലിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആങ്കർ ടാഗിന്റെ ഉള്ളിലാണ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാഗ് കൊടുക്കേണ്ടത്. അതുപോലെ ഇവിടെ ഇമെയിലിനാണ് നമുക്ക് ലിങ്ക് ചെയ്യുന്നത്, ഇമെയിലിനാണ് ലിങ്ക് വരേണ്ടത്. അപ്പൊ ഇവിടെ HRFിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുക്കുക, ഇത് ഇതേപോലെ കൊടുക്കുക, മെയിൽ ടു മെയിൽ ID കൊടുക്കുക. മെയിൽ ID, അതായത് മെയിൽ ടു എന്താണ് മെയിൽ ID അതേ.com, എന്താണ് മെയിൽ ID അത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ എന്താ ഇവിടെ സെൻഡ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള
ഇതുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ എന്താ വെച്ചാല് ഈ ഒരു സെൻഡ് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം നമുക്കിപ്പം ഈ ടൈപ്പ് ചെയ്തതൊക്കെ ഒരു മെയിൽ ഐ ഡിക്ക് എന്തെങ്കിലും വാല്യൂ ഈ ഒരു മെയിൽ ഐ ഡിക്ക് പോകണം, എന്തെങ്കിലും ഡോക്യുമെന്റ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ സെൻഡ് ഇമെയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ എങ്ങോട്ടാണ് പോവുക? ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ മെയിൽ ഐ ഡിയിലോട്ടാണ് പോവുക. ഓക്കെ, അപ്പൊ സെൻഡ് ഇമെയിൽ എന്തിനാണ്? മെയിൽ ഐ ഡിയിലോട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ ഡയറക്ട്ലി നമുക്ക് എന്താക്കും? ആ മെയിൽ ഐ ഡിയിലോട്ടാണ് വാല്യൂസ് പോവുക. യൂസ് മെയിൽ ടു ഇൻസൈഡ് ദ href attribute to create a link that opens the user's email program. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് ലിങ്ക് കൊടുക്കുക, അതുപോലെ എങ്ങനെയാണ് ഒരു ഇമേജ് ലിങ്ക് ആയിട്ട് സെറ്റ് ചെയ്യുക, അതുപോലെ ഒരു ഇമെയിൽ അഡ്രസ്സിന് എങ്ങനെ ലിങ്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് നമുക്ക് ബട്ടന് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ബട്ടൺ, ഇപ്പൊ ബട്ടൺ എന്ന് പറഞ്ഞതാ ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് ബട്ടൺ. എന്തെങ്കിലും സബ്മിറ്റ് ബട്ടണോ ഒക്കെ ഉണ്ടായിരിക്കും, സബ്മിറ്റ്, റീസെറ്റ്, അങ്ങനെ കുറേ ബട്ടൺസ് ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങോട്ട് പോകണം? ഈ ഒരു ഡിഫോൾട്ട് ഡോട്ട് ASP എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡോക്യുമെന്റിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ഫോൾഡറിലോട്ടാണ് പോകേണ്ടത്. അതായത് ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പം ഇതിൽ നമ്മൾ ഈ ഒരു ബട്ടൺ കൊടുക്കുന്ന സമയത്ത് ജാവാസ്ക്രിപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓൺ ക്ലിക്ക് ഡോക്യുമെന്റ് ഡോട്ട് ലൊക്കേഷൻ, ഇത് ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ജാവാസ്ക്രിപ്റ്റ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്, അപ്പൊ അതിലൊന്നുകൂടെ മനസ്സിലാവും. അപ്പൊ ഇത് എന്താ അർത്ഥമാക്കുന്നത് വെച്ചാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ട് പോകും? ഡോക്യുമെന്റ് ഡോട്ട് ലൊക്കേഷൻ ഈക്വൽ ടു നമുക്ക് എവിടേക്കാണോ പോകേണ്ടത് ആ ഒരു പേരാണ് അവിടെ കൊടുക്കേണ്ടത്. നമുക്ക് a.html ആണെങ്കിൽ നമ്മൾ സിസ്റ്റത്തിലുള്ള എ എന്ന് പറയുന്ന HTML പേജിലോട്ടാണ് പോകുക. അപ്പം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിനാണ് ഇവിടെ ഇത് കൊടുത്തിട്ട് ഓൺ ബട്ടൺ എന്ന് പറഞ്ഞ ടാഗാണ് യൂസ് ചെയ്യുന്നത്. ബട്ടൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ JS അതായത് ജാവാ സ്ക്രിപ്റ്റിലാണ് യൂസ് ചെയ്യുക. അതൊക്കെ ആ സമയത്ത് നമ്മൾ പഠിക്കും. അപ്പൊ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ഇങ്ങോട്ടാണ് ഇതെന്താക്കുക? ഡയറക്റ്റ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് ഹൈപ്പർ ലിങ്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഹൈപ്പർ ലിങ്ക് കൊണ്ടുവരേണ്ടത് നമ്മൾ പഠിച്ചു. ആങ്കർ ടാഗ് ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നീ റെഫറൻസ് ഏത് പേജിലോട്ടാണ് നമുക്ക് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് href എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആട്രിബ്യൂട്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് ഒരു ഇമേജിനെ നമ്മൾ ലിങ്ക് അക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ ഒരു മെയിലിന് എങ്ങനെ ലിങ്ക് ആക്കാം എന്നൊക്കെ ഉള്ളത് പഠിച്ചു. മനസ്സിലായി എന്ന് കരുതുന്നു. വളരെ സിമ്പിൾ ആണ്. ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. താങ്ക് യു.